ഗ്ലോബൽ വില്ലേജ് കാണുക എന്നുള്ളത് വൺ ഓഫ് ദ ഡ്രീംസ് ആയിരുന്നു. അങ്ങനെ ഇന്ന് അതിനുള്ള പുറപ്പാടാണ്. ഇക്കാക്കാനെയും കൂട്ടിയിട്ടുള്ള അവളുടെ ഒരു ഓട്ടം കണ്ടോ? ഇറ്റ്സ് റിയലി അഡോറബിൾ. ദേ വർ റിയലി ഹാപ്പി. ശരിക്കും ഈ വീഡിയോയിൽ കാണുന്ന പോലൊന്നുമല്ല, ഒത്തിരി കാണാനുണ്ട്. ഞാൻ ശരിക്കും അവിടെ ഇവിടെയൊക്കെ കുറച്ച് പിക്ചേഴ്സ് എടുത്തു, കുറച്ച് വീഡിയോസ് എടുത്തു എന്നല്ലാതെ ഇത് ശരിക്കും കാണാൻ ഒത്തിരി ഉണ്ട് കേട്ടോ. ഡിഫറെൻറ്റ് കൺട്രീസിൻ്റെ കൾച്ചർ, പിന്നെ അതേപോലെ അവരുടെ പ്രോഡക്റ്റ്സ്, അതൊക്കെയാണ് നമുക്കിവിടെ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുക. ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് വളരെ ഈസിയായി വിത്തൗട്ട് പാസ്പോർട്ട് ആൻഡ് ടിക്കറ്റ് വി കൻ ഈസിലി ട്രാവൽ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ലോണം നടന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. അല്ലാത്തവർക്ക് ഇച്ചിരി പണിയാണ്. ഏജ്ഡ് ആയവർക്കാണെങ്കിൽ നമുക്ക് വീൽ ചെയറിൻ്റെ ഫെസിലിറ്റിയൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ ഗ്രാൻഡ് ഉണ്ടായിരുന്നു കൂടെ, അതുകൊണ്ട് തന്നെ വി ടുക്ക് ദ വീൽ ചെയർ ഫോർ ഹർ. ഏജ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ വീൽ ചെയർ എടുക്കുക എന്നുള്ളതാണ് ബെറ്റർ ഓപ്ഷൻ. പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് നടന്ന് പോകുമ്പോഴത്തേക്കും നമുക്ക് കുട്ടികൾക്കുള്ള സ്പെഷ്യൽ ഷോസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോസ് ആയിരുന്നു. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടികളെക്കാൾ നല്ല ഇൻട്രസ്റ്റിൽ കാണുന്നത് മാമയും ഉമ്മമ്മയൊക്കെ ആയിരുന്നു. പിന്നെ ഒത്തിരി അടിപൊളി റൈഡ്സ് ഉണ്ട്, പക്ഷേ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള റൈഡ്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. പൊതുവേ എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അങ്ങനെ റൈഡ്സൊക്കെ കണ്ട് അങ്ങനെ കറങ്ങി നടന്നു അവിടെ കുറച്ച് നേരം. നടന്ന് നമ്മുടെ കാലൊക്കെ ഒരു ലെവലാവും. ഇതെന്താ റബ്ബേ അക്ഷയപാത്രമാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത്യാവശ്യം നല്ലോണം ടയേർഡായിരുന്നു, അതേപോലെ നല്ല ചൂടും ഉണ്ടായിരുന്നു. പക്ഷെ കുറേ ലൈറ്റും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും എല്ലാം കൂടെ ആയപ്പോൾ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എപ്പോഴും എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ ഇതുവരെയായിട്ടൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ഒരിക്കലെങ്കിലും ഒന്ന് വരണം എന്നുള്ളത്. വീട്ടിൽ വന്ന് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് പറ്റിയൊരു അബദ്ധം എനിക്ക് മനസ്സിലായത്. നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ഓരോ കൺട്രിയിലേക്കും എൻട്രി ചെയ്യുന്നത് എടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു മെമ്മറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം എല്ലാ വീഡിയോസും അവിടെ എവിടെയൊക്കെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് മേർജ് ചെയ്ത് ഞാൻ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാണ്. ഇത്രയൊക്കെ നടന്നിട്ടും ഇവരുടെ എനർജിക്ക് യാതൊരു വ്യത്യാസം വന്നിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് എന്തായാലും അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.